വിഷ്ണു, നീ ഇപ്പൊ എവിടെയാണ്? അളിയാ, ഞാൻ നമ്മുടെ പുന്നപ്പറമ്പ് പോണ വഴിയിലാടാ. അതന്നെ, ഇവിടെ പെട്ടുപോയി. ആടാ, വണ്ടി കേടായി. 20 മിനിറ്റോ? ഡാ, ലിഫ്റ്റ് അടിച്ച് പോവാൻ പോലും ഒരുത്തിനും കിട്ടാത്ത വഴിയാ. വേഗം വാ നീ. ഹലോ, ഡാ, ഒരു അരമണിക്കൂർ ഞാനിപ്പോ വരാം. ആടാ, വണ്ടി കേടായി. ഞാൻ ആ വിഷ്ണുവിനെ വിളിച്ചിട്ടുണ്ട്. ആടാ, ഇപ്പൊ വരാ. നീ വീട്ടിൽ തന്നെ നിൽക്കുക, എനിക്ക് നിന്നെ എന്തായാലും കാണണം. ആടാ, അതന്നെ നിന്നോട് ഞാൻ കാശ് ചോദിച്ചേ, വക്കീലിന് കൊടുക്കാനാ. ഇനി കടം പറയാൻ പറ്റില്ല. ഇതിപ്പോ വക്കീലിന് കൊടുക്കണ കാശുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നല്ലൊരു പെണ്ണിനെ കിട്ടിയാനെ. എന്തായാലും അവൾ ആ സ്കൂൾ യൂണിഫോമിൽ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. എത്ര നാളെന്ന് വെച്ച് ഞാൻ ആഗ്രഹിച്ച് നടക്കുക. അത് തീർന്ന്. കാശ് പോയാലും കുഴപ്പമില്ല, കേസിൽ നിന്ന് വരില്ലോ. എടാ, ഞാൻ നീയോ പ്രതികാരം അല്ലേ? കൊല്ലണം എന്നൊന്നും കരുതിയതല്ല. പല തവണ പറഞ്ഞു ഞാൻ മിണ്ടാതിരിക്കാൻ. അവള് കേട്ടില്ല. മരണം അവളായിട്ട് തന്നെ ചോദിച്ചു മേടിച്ചതാ. ഡാ, നിന്റെ പെങ്ങള് ചത്തു. നിനക്ക് എന്നെ കൊന്ന് ജയിലിൽ പോണോ? പണ്ട് നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ എൻ്റെ അമ്മ നമുക്കൊരു കഥ പറഞ്ഞു തന്നിരുന്നു. ഒരു മുയലിൻ്റെയും കുറുക്കൻ്റെയും കഥ. ഈ മുയലും കുറുക്കനും വളരെ നല്ല കൂട്ടുകാരായിരുന്നു. മുയലും മറ്റാരൊക്കെ കൂടുതൽ കുറുക്കനെ വിശ്വസിച്ചു. സ്വന്തം വീട്ടുകാരെക്കാളും നാട്ടുകാരെക്കാളും കൂടുതൽ. കുറുക്കനറിയാത്ത ഒരു രഹസ്യം പോലും മുയലിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നില്ല. അവസാനം കുറുക്കൻ മുയലിൻ്റെ കുടുംബത്തിലൊരു അംഗത്തെ പോലെ വരെയായി. പക്ഷെ കുറുക്കൻ എന്താ ചെയ്തേ? ഒരു ദിവസം വിശന്നപ്പോൾ മുയലിൻ്റെ വീട്ടുകാരെയും നാട്ടുകാരെയും കൊന്നു തിന്നു. എന്നിട്ടും
മൊയൽ കുറുക്കനോട് ക്ഷമിച്ചു. പക്ഷെ നീ അന്ന് നിൻ്റെ വീട്ടിൽ പോയ ശേഷം എൻ്റെ അമ്മ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. എന്നാലും ആ മൊയൽ കുറുക്കനോട് ക്ഷമിച്ചത് ശരിയായില്ലാന്ന്. നീതി സാധാരണക്കാരന് എന്നും ഒരു ചോദ്യചിഹ്നമാണ്. തെളിവുകളുടെ അഭാവത്തിൽ നീതി കാണാത്ത ന്യായാധിപൻ ഇരയുടെ വീട്ടിൽ കുറ്റവാളികളെ സൃഷ്ടിക്കുന്നു. ഹായ്ക്ക, നീ എവിടെയാണ്? ആ ഞാനൊരു സ്ഥലം വരെ പോയിക്കായിരുന്നു. നീ വേഗം വീട്ടിലേക്കല്ലേ? നിന്റെ അമ്മ അവിടെ ഒറ്റയ്ക്കല്ലേ? ഞാൻ നിന്റെ വീട്ടിലുണ്ടാവും. നീ നേരെ വീട്ടിലേക്കാണോ? ആ ആ ഞാൻ വീട്ടിലേക്കൊന്നും വഴിയാണ്. നീ വേഗം എത്താൻ നോക്ക്. ആ ശരി ശരി, ഓക്കെ. ഇന്ന് ജനുവരി 10, 2016. എൻ്റെ 301 ദിവസത്തെ കാത്തിരിപ്പ് ഇന്ന് അവസാനിച്ചു. പോലീസിനും കോടതിക്കും ഹാഷ്ടാഗുകൾക്കും അവനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ചെയ്യാതിരിക്കാൻ എനിക്കും. കൂടപ്പിറപ്പിനെ പോലെ നടന്നവൻ്റെ വാക്കിന് കൂടപ്പിറപ്പിനേക്കാൾ വില കൊടുത്തു. ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് അവൾ എൻ്റെ കൂടെ ഉണ്ടാകുമായിരുന്നു. എൻ്റെയും അമ്മയുടെയും ഏക പ്രതീക്ഷയായിരുന്നു അവൾ. അവളോടൊപ്പം എനിക്ക് നഷ്ടമായത് എൻ്റെ അമ്മയെയും കൂടിയാണ്. ലോകത്തിലെ ഏതമ്മയ്ക്കാണ് സ്വന്തം മക്കൾ നഷ്ടപ്പെടുമ്പോൾ അത് സഹിക്കാൻ പറ്റുക? മക്കളെക്കുറിച്ച് അവർ കണ്ട സ്വപ്നങ്ങൾ, മക്കളോടുള്ള അവരുടെ സ്നേഹം, ഇതെല്ലാം മറ്റാരേക്കാൾ കൂടുതൽ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ എനിക്കിപ്പോൾ അത് ചെയ്യാതിരിക്കാൻ ഇതൊന്നും ഒരു കാരണമായി തോന്നിയില്ല.
ആകാ നീ ഇതുവരെ എത്തിയില്ലേ? ആ ഇല്ല, ഞാൻ ഇപ്പോൾ കൂട്ടുകാരൻ്റെ വീട്ടിലോ എപ്പോൾ ഇവിടെ നിന്ന് ആ ഇറങ്ങും. ശരി ശരി, നീ വേഗം എത്താൻ നോക്ക്. ആ ശരി. എൻ്റെ 301 ദിവസത്തെ പ്രതികാരത്തിന് ഒരമ്മയുടെ 10 മാസത്തിൻ്റെ വേദനയുടെ വിലയുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എല്ലാവർക്കും അവരുടേതായ ശരികളുണ്ട്. ഇന്ന് ഞാൻ എനിക്ക് ശരിയെന്ന് തോന്നുന്നു ചെയ്തു, അത്രമാത്രം.